അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നുവിനെ ജയിക്കെ ഒരുപാട് തവണ വിളിക്കാൻ കേട്ടോ. അതേസമയം ചിന്നു ഫോൺ എടുക്കുന്നില്ല. അത് കാണുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മോളെ എന്താ നീ ഫോൺ എടുക്കാത്തെ? എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കും ഇന്നലെ വരാതിരുന്നത്. നീ എന്തായാലും ഫോൺ എടുക്കുക എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ചിന്നു പറയണ്ടേ, ഇന്നലെ ഞാൻ എത്ര തവണ ഫോൺ വിളിച്ചു, അപ്പോൾ എടുത്തില്ലല്ലോ എന്നിങ്ങനെ പറയണം. അതിനുശേഷം ചിന്നു ഫോൺ ചെയ്യണം കേട്ടോ. ഫോൺ ചിന്നു ചെയ്തെന്ന് ആദ്യം തന്നെ JK സാറ് ചിന്നുവിനോട് സോറി പറയണം കേട്ടോ. അയ്യോ എന്നോട് സോറി പറയണ്ട അങ്കിളിന് വരാൻ പറ്റാത്ത കാരണമല്ലേ എന്നെല്ലാം അങ്ങനെ പറയാൻ കേട്ടോ. അതെ, എനിക്ക് ഇന്നലെ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അമ്മയ്ക്ക് അസുഖമായി, അത് കാരണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നുമോള് പറയുന്നുണ്ട്, എനിക്കല്ല, പിന്നെ എൻ്റെ അമ്മ കാത്തിരുന്നു അങ്കിളിന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട്, ആ അമ്മയ്ക്കാണ് ഭയങ്കര സങ്കടമായത് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ JK പറയും, ആണോ ചിന്നുമോളെന്ന ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത് ഫോൺ കൊടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന വാങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം ഇല്ല എനിക്ക് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, അവൾ വെറുതെ പറയുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഇന്നലത്തെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മമാർ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ അറിയുള്ളൂ കാര്യങ്ങൾ, എനിക്കിപ്പോഴാണ് അമ്മയുടെ വില അറിയുന്നത്, അതുകൊണ്ട് സാറിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയതല്ലേ, അത് കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. അമ്മ അവിടെ തനിച്ചാണെന്നും എല്ലാ കാര്യങ്ങളും JK പറയണം കേട്ടോ. അതിനുശേഷം ചിന്നുമോളോട് അർച്ചന ഫോൺ കൊടുക്കുകയാണ്, നീ തന്നെ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് JKയോട് ചിന്നുമോള് യാത്ര പറഞ്ഞതിന് ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം അമ്മയും മോളും കൂടി അകത്തേക്ക് പോകുമ്പോൾ മഞ്ജു ഇങ്ങനെ രുക്കുവിന് ഫോൺ ചെയ്യുകയാണ് കേട്ടോ. രുക്കുവിന് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എന്താ രുക്കുവിൻ്റെ ഈ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ പറയണം മഞ്ജു, അവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണ് രുക്കു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു ചോദിക്കേണ്ട, കൊച്ചമ്മാവൻ എന്താ നമ്മളെ മാത്രം അങ്ങോട്ട് ഫാമിലി മീറ്റിങ്ങിന് വിളിച്ചില്ല എന്നെല്ലാം ചോദിക്കുകയാണ്. നമ്മളോട് ഇത്ര ദേഷ്യക്കുറവാണ്, എന്തൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. സുഖമാണ്, പിന്നെ അവിടെ ഭയങ്കര സുഖമാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നിങ്ങനെ പറയണം. അതേസമയം ഇവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചന ഓർക്കുകയാണ്. പക്ഷെ അർച്ചന അതൊന്നും പറയണില്ല കേട്ടോ. അതിനുശേഷം നീ വാ മോളെ എന്ന് പറഞ്ഞതിന് ശേഷം ചിന്നുവും അർച്ചനയും കൂടി പോകാൻ വേണ്ടി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതേസമയം സ്കൂട്ടർ സ്റ്റാർട്ടാവില്ല. അതേസമയം മഞ്ജു ഓടി വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, ഇന്ന് വല്ല കേസുണ്ടോ, ഇനി ആ കേസിൽ പോയി കഴിഞ്ഞാൽ ആ കേസ് എന്തായാലും ജയിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും കേസൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്, അനന്തനോട് പറഞ്ഞിട്ട് ഈ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോയിടാൻ പറയും, ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചനയോട് ചിന്നി ചോദിക്കണ്ടേ, എന്താ അമ്മേ കുഞ്ഞമ്മവൻ നമ്മളെ കാണാൻ വന്നില്ല, നമ്മളോട് ഇത്രയും ദേഷ്യമാണോ എന്താണ് എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയണ്ട, നീ വാ, ഞാൻ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞു തരാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം JK ഡ്രൈവർ അടുത്ത് താക്കോല് കൊടുക്കുകയാണ് കേട്ടോ. താക്കോല് കൊടുത്തതിന് ശേഷം ഡ്രൈവർ ചോദിക്കണ്ടോ, അയ്യോ ഏത് വീടാണെന്ന് പറഞ്ഞില്ലല്ലോ സാറ് എന്നിങ്ങനെ പറയുമ്പോൾ ആ അർച്ചന വക്കീലില്ലേ, അവരുടെ വീട് നമ്മൾ നോക്കാൻ പോയില്ലേ, ആ വീടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഡ്രൈവർ പറയും, അയ്യോ അവർ തരില്ല പറഞ്ഞതാണല്ലോ, പിന്നെ എങ്ങനെ സംഘടിപ്പിച്ച് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മോള് എൻ്റെ സ്റ്റുഡൻ്റാണ്, അങ്ങനെ അവളുടെ കെയർ ഓഫിലാണ് ഈ വീട് കിട്ടിയത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം ചന്ദ്രലേഖയും ഡെയ്സിയും കൂടിയിട്ട് ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വിജയ് ശങ്കറിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ചന്ദ്രലേഖ ഡെയ്സിയോട് പറയുന്നുണ്ട്, എൻ്റെ വിജയേട്ടൻ ഏറ്റെടുത്ത കേസുകൾ ഒന്നും തന്നെ പാഴായി പോവില്ല, അതെല്ലാം വിജയിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രലേഖയും ഡെയ്സിയും കൂടിയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം അർച്ചന ഓഫീസിൽ പോകുമ്പോൾ ദീപ്തി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതാരുടെയാണ് ഓഫീസ്, ഇതാണോ വിജയേട്ടൻ്റെ ഓഫീസ് എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അപ്പുറത്താണ്, ഇത് അർച്ചനയില്ലേ ചോദിക്കും. മറ്റേ അർച്ചനയോ ചോദിക്കും. അതെ, ആ അർച്ചന തന്നെയാണ്, ഇവർ വെറുതെ ഇവിടെ ഒരു ഓഫീസ് തുറന്നു വെച്ചിട്ട് ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്, വെറുതെ ഒന്നല്ല, ഞങ്ങൾക്ക് ആവശ്യത്തിലും അതിലും കൂടുതൽ കേസുകളുണ്ട്, ഇനി വേണ്ടാത്ത തരത്തിലുള്ള കേസുകൾ കൊണ്ട് കുറവേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അതേസമയം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അർച്ചനയെ കാണുമ്പോൾ തന്നെ ചന്ദ്രലേഖ ആകെ ചമ്മി പോവുകയാണ്.